കുറേ കളറുകളുണ്ട് കേട്ടോ. അങ്ങനെ വലിയതായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണം. അങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നടാട്ടോ നമുക്ക്. ഇത് മണലും മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വളം കൂടി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതുണ്ടാവും. പിന്നെ തണലത്ത് വെക്കുക, ഒരു 2-3-4 ദിവസമൊക്കെ തണലത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിടിച്ച് കഴിഞ്ഞ് വേരൊക്കെ പിടിച്ചതിന് ശേഷം പുറത്ത് വെക്കണതായിരിക്കും നല്ലത്. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. വേനൽക്കാലത്താണ് കേട്ടോ അത് നിറയെ പൂവുണ്ടാവുക. അപ്പോൾ നമുക്കിതിൻ്റെ പല കളറുകളുണ്ട്. ഇത് വിരിഞ്ഞാൽ അറിയുള്ളൂ. ഇതെനിക്ക് ആശുപത്രിയിൽ ഞാൻ ചെടി നടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചി ഡോക്ടറെ കാണാൻ വന്നതാണ്. അപ്പോൾ ആ ചേച്ചി അത് കണ്ടിട്ട്, ഞാൻ അറിയണ ചേച്ചി തന്നെയാണ്. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് തന്ന് വിട്ടതാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ കളറുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ആ ചേച്ചി ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടതാണ് ഈ 10 മണികളൊക്കെ. കുറച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞങ്ങൾ കൊല്ലങ്കോട് പോയപ്പോൾ വല്യമ്മയുടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അത് ഞാനിങ്ങനെ കൂട്ടിയിട്ട് മണ്ണിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വേരൊക്കെ പിടിച്ചു. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞിലായിട്ട് കട്ട് ചെയ്തിട്ട് ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരന്ന പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലേക്കും. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളവും മണ്ണൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ചട്ടിക്ക് ഭാരം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ചകിരിയൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ അധികം മണ്ണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. ഇത് പൊട്ടിയ ചട്ടിയായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് പുള്ളിയൊക്കെ ഇട്ട് വെച്ചായിരുന്നതാണ്. അപ്പോൾ ഞാനത് പുള്ളിയിലേക്ക് വേറെ ചട്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ചട്ടിയിലിത് വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ചകിരിയുടെ അതൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഏകദേശം സെറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മണലും കൂടി മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ എന്തായാലും ഇപ്പം മണലില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ഇടണുള്ളൂ. അതേ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി ആവട്ടെ വന്നിട്ടുണ്ട് കേട്ടോ. ആവട്ടെ ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് വിളക്ക് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. ഉണ്ണിക്കുട്ടന് മടി വിളക്ക് വയ്ക്കാൻ. നാളെ വയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ വെക്കണം. ഞാൻ നാളെ വയ്ക്കും. അപ്പം അതേ നമ്മൾ ചെടി മണ്ണൊക്കെ ഇതിൽ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഇതുകൾ ഇങ്ങനെ നട്ടു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ചട്ടിയിൽ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ വെച്ചു. ഇനി ഇത് പിടിക്കണം. 2-3-4 ദിവസം തണലത്ത് വെക്കുക. ഒരു ചെറുതായിട്ട് വെള്ളം തെളിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞ് കഴിയുമ്പത്തിന് ഇവൻ ഭംഗിയാവട്ടെ കാണാൻ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പൂ വിരിഞ്ഞിട്ടുള്ള വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതാക്കാം. അപ്പോൾ നമ്മുടെ 2 ചട്ടിയിൽ നമ്മൾ 4 മണി പൂക്കൾ വെച്ചു. 4 മണിയല്ല 10 മണി. അപ്പോൾ നാളെ വിരിയുമ്പോൾ കാണാം കേട്ടോ ഏതൊക്കെ കളറ് പൂവുണ്ട് ഇതിൽ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരും വരേക്കും